നാവ് നന്നാകണമെങ്കിൽ നമ്മുടെ ഹൃദയം വിശുദ്ധമാകണം. കാരണം നാവല്ല സംസാരിക്കുന്നത്, നമ്മുടെ മനസ്സാണ്. ഞാനും ചോദിച്ചോട്ടെ, നീ എന്ന് മുതലാണ് മദർ തെരേസ ആയത്? ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിലുള്ള സന്തോഷവും മേടിക്കൂടാ പുല്ല്. തെറ്റാണെന്ന് ഉറപ്പുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാണ് തെറ്റ്. പറയേണ്ടത് പറയാതിരിക്കുകയും പറയരുതാത്തത് പറയുന്നതും ഒരുപോലെ തെറ്റാണ്. ഒരു കാര്യവും ഭ്രാന്തനില്ലാത്ത ഒരാൾ ഭ്രാന്തനായി കടന്നു വരുമ്പോൾ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന നമുക്കാണ് ഭ്രാന്ത്. കളുടെ രാജകുമാരനായ ധ്യാൻ ശ്രീനിവാസിനെതിരെ തമിഴ്നാട്ടിൽ ഉടലെടുത്ത പ്രതിഷേധങ്ങളുടെ കാരണങ്ങളും മറ്റടുത്ത വർത്താനം പറഞ്ഞ അമ്മാവനാണ് നീ നോക്കില്ല, കൊന്നു കുഴിച്ചുകൂടും. അയാളുടെ ഒരു പുതിയ കണ്ടുപിടുത്തം. ചേട്ടാ പ്ലീസ്. നന്നായി, സത്യമായിട്ട് നന്നായി. നന്നായിട്ട് ഇപ്പൊ 1-2 ആഴ്ചയായി. ലേശം വാചകൊടി, അല്പം വെള്ളമൊടി, കുറച്ച് പുളുവടി, പിന്നെ കുറെ പഞ്ചാരടി. അതായിരുന്നു എന്റെ രീതി. പക്ഷെ ഇന്ന് താരസംഘടനയായ അമ്മയുടെ രക്ഷകനായി ധ്യാൻ ശ്രീനിവാസൻ എത്തുന്നു. എന്തു ചെയ്യുന്നു? അമ്മയെ സഹായിക്കുന്നു. സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ ധ്യാൻ തയ്യാറാണെന്ന് അറിയിച്ചു കഴിഞ്ഞു. നീ എങ്ങനെ ഇവിടെ വന്നു? നടന്നു വന്നു. ഇനി നടക്കപ്പോറത് യുദ്ധം. ചിലരുടെ വിളംബരങ്ങൾ സിനിമാ ലോകത്താകെ മുഴങ്ങിക്കേട്ടു. ഒടുവിൽ അതാണൊരു പേടി. അല്ല, പേടിയല്ല, ഒരു ഭയം. ഭയം. ആ വിളംബരം ധ്യാനിന്റെ കാതിലുമെത്തി. താൻ അമ്മയുടെ പ്രസിഡന്റാകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതായി അറിയിച്ചതായ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഞാൻ മനസ്സാ വാച അറിഞ്ഞ കാര്യമല്ല. ഇതിന്റെ പിന്നിൽ അജു വർഗീസിന്റെ പവർ ഗ്രൂപ്പാണ്. ഞാൻ അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. അമ്മയുടെ പ്രസിഡന്റാകാൻ പോകുന്നു എന്ന വാർത്ത എന്റെ അമ്മയുടെ ചെവിയിലുമെത്തി. അമ്മ പറഞ്ഞു, മോഹനെ, നീ അമ്മയുടെ പ്രസിഡന്റാകാൻ പോകുന്നു എന്ന്. ശിവരാമ, നിന്റെ തലയ്ക്ക് വെളിവില്ലാണ്ടായിട്ടുണ്ട്. അബദ്ധം കാണിക്കല്ലേ. അബദ്ധം അറിയാതെ പറ്റുന്നതല്ലേ, ഇത് അറിഞ്ഞു ചെയ്യാൻ പോകുന്നതാടാ. നീ അമ്മയുടെ പ്രസിഡന്റാകാൻ പോകുന്നു എന്ന വാർത്ത ഞാൻ കേട്ടു. അതൊരിക്കലും സംഭവിക്കരുത്. ഇത് വേണോ? ഇത്രയും നാൾ കളിച്ച പോലെയല്ല, ഇത് വലിയ കളിയാ. എടാ, നീ കേട്ടിട്ടില്ലേ, നോ പെയിൻ നോ ഗെയിൻ.